യേശുക്രിസ്തു നമ്മളിൽ വളരുമ്പോൾ, അവന്റെ സ്നേഹവും അവന്റെ സാന്നിധ്യവും നമ്മളിൽ വളരുമ്പോൾ നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറും. എല്ലാവർക്കും വേണ്ടത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സമാധാനം. എവിടെ ചെന്ന സമാധാനം കിട്ടുമെന്ന് ചോദിക്കുന്നത്. ആരെ കണ്ട സമാധാനം കിട്ടും, എന്ത് ചെയ്ത സമാധാനം കിട്ടും എന്നാണ് നിരന്തരമായിട്ട് ദൈവജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനം കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ, നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക. കർത്താവിൽ ഉറപ്പിക്കുക എന്നത് മാത്രമാണ് നിലനിൽക്കുന്ന സമാധാനത്തിന്റെ ഏക പരിഹാര മാർഗം. അതല്ല നമ്മൾ മനുഷ്യരിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചാൽ, ലോകത്തിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചാൽ, ലോകം വെച്ച് നീട്ടുന്ന അനുഗ്രഹങ്ങളുടെ മീതെ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചാൽ, ഇതെല്ലാം വരും നാളുകളിൽ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന, പടിയിറങ്ങി പോകുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ സമാധാനവും പടിയിറങ്ങി പോകും. അതുകൊണ്ട് നിലനിൽക്കുന്ന സമാധാനത്തിന് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുമ്പോൾ നിനക്ക് നിലനിൽക്കുന്ന സമാധാനമുണ്ട്. നമുക്ക് എത്ര പേർക്ക് നിലനിൽക്കുന്ന സമാധാനമുണ്ട്, ആനന്ദമുണ്ട്? യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരും അവന് സ്വന്തമാക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ ഈ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ് നമ്മൾ. അതാർക്കും തകർക്കാൻ പറ്റില്ല. ഒരു ലോകം തരുന്ന ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത വേളകളിലും എനിക്ക് ഈ ജീവിതം സാധ്യമാകുന്നത് എന്നിൽ ദൈവരാജ്യം സംജാതമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്.